ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യങ്ങളാണ് ഈ ബോട്ടിൻ്റെ വില എത്രയാണ്, ബോട്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ബോട്ടിൻ്റെ സവിശേഷതകൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടാണ്. ഏകദേശം ഒരു 30-32 ദിവസത്തോളം കടലിൽ കിടക്കുന്ന ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂര, ഓലക്കൊടിയൻ, കട്ടക്കൊമ്പൻ, പിന്നെ തെരണ്ടി, അങ്ങനത്തെ മീനുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുക. മുന്നിൽ തന്നെ 2 വീഞ്ചുകളുണ്ട് കേട്ടോ. ഒരു വീഞ്ചിനുള്ള വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം രൂപയോളം വരും. വീഞ്ചിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കുവല ബോട്ടുകളിൽ വല കയറ്റാണ് ഈ വീഞ്ചിലൂടെയാണ്. ഇതിൽ 2 വീഞ്ചുണ്ട്, 2 സൈഡിലൂടെ വല കയറ്റാനായിട്ട് പറ്റൂടെ. പിന്നെ എല്ലാ ബോട്ടിലും വന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കള്ളിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ റോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് വെക്കുന്നത്. ഈ വീഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹൈഡ്രോളിക് ആണ്. ഏറ്റവും മുന്നിൽ നിന്ന് കണക്ഷൻ നേരെ പോയിക്കണം നമ്മുടെ വീൽ ഹൗസിൻ്റെ ഉള്ളിലേക്കാണ് പോയേക്കണത്. അവിടെയാണ് അതിൻ്റെ ലിവറും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ വല ഏകദേശം 14 ഞോട്ടിക്കിലോളം നീളം ഉണ്ടാവും. ഓരോ കട്ടാപ്പ് ഒരു 1.5 ഞോട്ടിക്കിലോളം നീളം ഉണ്ടാവും. അപ്പോൾ വലക്ക് തന്നെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയോളം വലക്ക് മാത്രം വരോട്ടെ. നമുക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മുടെ കേരള ബോട്ടും അതുപോലെ ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് മുന്നിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിലും സൈഡിലായിട്ടൊക്കെ കപ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഫോക്കസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ GPS-ൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവശ്യമാണ്. GPS ഗാർമിൻ്റെ GPS ആണ്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ വയർലെസ്സിൻ്റെ ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് വയർലെസ് നമ്മൾ ഉപയോഗിക്കണം, എല്ലാവർക്കും അറിയാൻ പറ്റും. പുറത്തങ്ങനെ വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും മുന്നിലായിട്ട് ചെറിയൊരു സ്റ്റോർ റൂമിനുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. വീൽ ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മീറ്റർ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബോട്ടിൻ്റെ RPM, ഓയിൽ ടെമ്പറേച്ചർ, കൂളൻ്റ്, അതുപോലെ ബാറ്ററി ലെവൽ എല്ലാം കാണിക്കോട്ടെ. ബോട്ട് ഓടിക്കുന്നത് ഇത് വെച്ചാൽ ഗിയർ സിസ്റ്റം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫോർവേഡും റിവേഴ്സും, അതുപോലെ റൈറ്റ് സൈഡിൽ ആക്സിലേറ്റർ ഉണ്ട്. മുകളിൽ ഒരുപാട് ലൈറ്റിൻ്റെ ഫംഗ്ഷണൽ സ്വിച്ച് ഉണ്ട്. പിന്നെ ഈ കാണുന്ന സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെയാണ്. ഇത് ഏത് വണ്ടിയാണെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വടക്ക് നോക്കി യന്ത്രമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ദിശയും കാര്യങ്ങളൊക്കെ നോക്കി സഞ്ചരിക്കാനായിട്ട്. GPS ഉണ്ട് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് റൂട്ടൊക്കെ അടിച്ചു കൊടുക്കണം. പിന്നെ വയർലെസ് 2 ഉണ്ട്. പിന്നെ ഒരു ഫോണുണ്ട്, സാറ്റലൈറ്റ് ഫോണുണ്ട്. നമ്മൾ ഇത്രയും ഡീപ് സീ ഫോണുകൊണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഫോൺ വേണം. ഇതെല്ലാം ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ രാവിലെ തന്നെ ഓണറിനെ വിളിച്ചിട്ടാണ് ഇതിൻ്റെ തിരിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് 1 മിനിറ്റിന് ഇത്ര രൂപ വെച്ച് പോട്ടെ. 18 രൂപ 20 രൂപ തോന്നുന്നു 1 മിനിറ്റിന് പോകുന്നത്. ബോർഡർ കടന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോട്ടെ. എല്ലാ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിനകത്തും ഈ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടാവട്ടെ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരാൻ നേരത്ത് നമുക്ക് കരയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, SOS പോലെ. അപ്പോൾ ആ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കരയിലേക്ക് നേരെ മെസ്സേജ് ചെല്ലും. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർക്ക് കിട്ടും. പിന്നെ വീഞ്ചിൻ്റെ ലിവറാണ്ടി കാണുന്ന ഈ ലിവർ വലിക്കുമ്പോൾ അവിടെ വീഞ്ച് ഇറങ്ങുന്നത്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇതുപോലെ അടിയിലും മുകളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ബോട്ടിൽ കിടക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഈ ബോട്ടിൽ ബാത്റൂം ഉണ്ടാന്ന്. അപ്പോൾ ഇതിൽ ബാത്റൂം ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് ഈ ബോട്ടിനകത്തുള്ളത്. വെള്ളം നമ്മളപ്പുറം ചാമ്പോയിപ്പിന്ന് അടിച്ചെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ ബാത്റൂം കാണാത്തവരെ കണ്ടുകൂടാ. നല്ല അടിപൊളി യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉള്ള ബാത്റൂമാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ട് ബാക്കിൽ തന്നെയാണ് എഞ്ചിൻ റൂം തന്നെ. പിന്നെ ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് ഇരിക്കുന്നുണ്ട്, വാട്ടർ ടാങ്ക്. പിന്നെ 2 ഗ്യാസ് കുറ്റി, 2 പോരട്ടെ. അപ്പുറവും ഇരിക്കുന്നുണ്ട് ഒരു 500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക്. പിന്നെ നമ്മുടെ ഈ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിൻ്റെ കിച്ചൺ ആണ്ടിക്കാണ് കണ്ട ഒരു ചെറിയ കിച്ചൺ. അതിനകത്ത് നമ്മുടെ ഈ ചെറിയ പലചരക്കട പോലെ കുറേ മസാലപ്പൊടികളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പം നിലവിൽ എന്തോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ സെൽവം. ഇതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു അറയുണ്ട്. അതിലാണ് സവാള അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കണേ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് കരയിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 32 ദിവസത്തിന് ശേഷം കര കാണാനുള്ള പോക്കാണ്. നാളെ വെളുപ്പിനെ എത്തോളുടെ. പക്ഷേ അപ്പോൾ ഇങ്ങനെ അങ്ങ് ദൂരേക്ക് ഇങ്ങനെ നോക്കാൻ നേരത്ത് 4 സൈഡിലും കടൽ മാത്രമുള്ള കരേ വേറെ ബോട്ടുകളോ ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ ബോട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം 6-7 നോട്ടിക്കൽ മൈൽ സ്പീഡ് വെച്ച് ഇവർ ഓടിക്കോളട്ടെ, ഡീസലത്ത് കുറക്കാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ 5, 6, 7 ആ ഒരു ഇതിലേ പോകോളട്ടെ. GPS ഇടുന്ന അലാറം അടിക്കണം. നോക്കി നമ്മുടെ ബോട്ടിൻ്റെ ചുറ്റളവില്ല, അതായത് ഇത്ര നോട്ടിക്കൽ മൈലിൽ നമുക്ക് മാർക്ക് ചെയ്തിടാം, അത് എത്ര ഇഷ്ടത്തിന് വേണമെങ്കിലും. അതിൻ്റെ ഉള്ളിൽ എന്ത് കയറി കഴിഞ്ഞാലും, അതായത് ഈ ഡീപ് സീലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഷിപ്പുകൾ വരുമല്ലോ, അത് മുട്ടാതിരിക്കാൻ വേണ്ടി, അപകടം ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതെ ഒരു MS ഷിപ്പ് നമ്മുടെ മാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അലാറം അടിക്കുന്നതാണ് കാണുന്നത്. ഈ GPS-നകത്ത് ആ ഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, എത്ര നോട്ടിക്കൽ മൈൽ സ്പീഡാണ് എല്ലാം കാണിക്കോട്ടെ. നമ്മൾ കിടന്നുറങ്ങൂല, അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലത്തെ ഇഷ്ടം പോലെ അറകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബോട്ടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ട സാധനങ്ങളും, അതുപോലെ ഈ 32 ദിവസത്തെ റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു കണക്കിന് ഉണ്ടാവും. അതിന് വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തൊക്കെ ഇതിലാണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ഒക്കെ പോകാൻ നേരത്ത് ഒരു ബോട്ടായിട്ട് പോകില്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ 2-3 ബോട്ടുകളൊക്കെ ഉണ്ടാവട്ടെ. ഇപ്പം നമ്മൾ പോയ ബോട്ടിൻ്റെ കമ്പനി ബോട്ടുകളാണ് ഈ പുറകിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനും അതുപോലെ കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ കൂട്ടമായിട്ട് പോണത്. അപ്പോൾ ബോട്ട് ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല കേട്ടോ,
എല്ലാവരും മാറി മാറി ഓടിക്കും. 4 ദിവസം രാവും പകലില്ലാണ്ട് നമ്മൾ നിർത്താണ്ടൊക്കെ ഓടിക്കേണ്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും മാറി മാറി ഓടിക്കോട്ടെ. ഇനിയും നമുക്ക് 10-300 നോട്ടിക്കലൊക്കെ ഓടാനായിട്ടുണ്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ അതെ അങ്ങ് ദൂരെ നിന്നൊരു കപ്പലുണ്ട് കണ്ട, ഇത് കിടിലൻ കപ്പലുണ്ട്. ഏറ്റവും മുന്നിലായിട്ട് നമ്മളൊരു സ്റ്റോർ റൂം കാണിച്ചില്ലേ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആങ്കറുകൾ, അതുപോലെ റോപ്പ്, പിന്നെ ബോയ, പിന്നെ നമുക്ക് ഈ ബോട്ടിൻ്റെ ആവശ്യ സാധനങ്ങൾ, കൊട്ട, അങ്ങനെ പല സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഈ ബോട്ടിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. എഞ്ചിനൊന്നും കാണിക്കണമല്ല. എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങുമ്പോഴും അടിപൊളിയാണ്. കിടലിനൊരു ഏണി ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുണിയെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ഉണക്കാനായിട്ടാണ്, കാരണം ഫുൾ ടൈം ചൂടായിരിക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മുടെ ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങിൻ്റെ സിസ്റ്റോണിൽ കാണുന്നത്, അതായത് നമ്മുടെ ചുക്കായം റഡാർ എന്നൊക്കെ പറയും, അതിൻ്റെ സിസ്റ്റോണിൽ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡീസൽ എന്തെങ്കിലും അത്യാവശ്യം വന്ന് വേറെ ബോട്ടിൽ നിന്നൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ ക്യാനുകളുണ്ട് കേട്ടോ. അപ്പോൾ തുണികൾ ഇഷ്ടംപോലെ അലക്കിയിട്ടുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ വാട്ടർ ടാങ്കും, പിന്നെ തൊട്ടപ്പുറം തന്നെ ഡീസൽ ടാങ്ക് എല്ലാം വന്നിട്ട്. ബോട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിൽ ഷാഫ്റ്റ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. 6000 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്കും 12000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് വണ്ടി കാണുന്നത് രണ്ട് സൈഡിലും. 280 HP സിനോട്രക്കിൻ്റെ എഞ്ചിനാണ് ഈ ഒരു ബോട്ടിനകത്ത് വന്നേക്കണത്. അപ്പോൾ ഈ ബോട്ടിന് വില എന്ത് വരും ഒന്ന് ഏകദേശം നിങ്ങളൊന്ന് മിസ് ചെയ്ത് പറയണുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കരയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. ഞാൻ മുന്നേ പറഞ്ഞ ആ 2 ബോട്ടുകളാണ് നമ്മുടെ ബോട്ടിൻ്റെ ബാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 32 ദിവസത്തിന് ശേഷം നമ്മളെ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ എത്തും. തൂത്തുക്കുടിയിലാണ് നമ്മൾ കയറുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ബോട്ട് കാണുന്നത്. ഓക്കെ, മുട്ടൻ ബോട്ടാണ് പക്ഷേ അത് കണ്ടത്.